ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അനീഷ്. എൻ്റെ വല്യമ്മയുടെ മകളുടെ കൂടെ അവളുടെ ജോബ് ഇൻ്റർവ്യൂവിന് പോയ സമയം ഒരു ഹോട്ടലിൽ അവിടെ താമസിക്കേണ്ടി വന്നു. ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി വിട്ടത്. ആ ഓട്ടോറിക്ഷക്കാരനും ഒരു കൂട്ടുകാരനും കൂടി രാത്രിയിൽ അവിടേക്ക് വന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ വീട് പാലക്കാടുള്ള ഒരു ഉൾഗ്രാമത്തിലാണ്. അവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം അതിനെപ്പറ്റിയൊന്നും വലിയ അറിവില്ല. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യമല്ല, അവർ പഠിക്കാനും എല്ലാത്തിനുമായി ടൗണിലൊക്കെ പോകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും പിന്നെ എൻ്റെ അമ്മയുമാണ് ഉള്ളത്. തൊട്ട് അടുത്ത് തന്നെയാണ് വല്യമ്മയുടെ വീടും. വല്യമ്മയ്ക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ഇളയാൾക്ക് എൻ്റെ പ്രായമാണ്. ഞാൻ +2 ആയപ്പോഴേക്കും പഠിത്തമൊക്കെ നിർത്തി. വല്യമ്മയുടെ മൂത്ത മകൾ ജ്യോതിക എന്നെക്കാളും 4 വയസ്സിന് മൂത്തതാണ്. നല്ലതുപോലെ പഠിക്കും. ഞങ്ങളുടെ ഗ്രാമത്തിൽ അത്രയും നന്നായിട്ട് പഠിക്കുന്ന വേറെ ആരുമില്ല. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി വല്യമ്മയും അനിയത്തിയെയും നല്ലപോലെ നോക്കണം, അതാണ് ചേച്ചിയുടെ ആഗ്രഹം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വല്യമ്മയും ജ്യോതി ചേച്ചിയും കൂടെ വീട്ടിലേക്ക് വന്നു. ചേച്ചിക്ക് പിറ്റേ ദിവസം എറണാകുളത്ത് വലിയൊരു കമ്പനിയിൽ ജോബ് ഇൻ്റർവ്യൂ ഉണ്ട്. ജ്യോതി ചേച്ചിയെ ഒറ്റയ്ക്ക് വിടാൻ വല്യമ്മയ്ക്കൊരു മടി. എന്നോട് കൂടെ പോകുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. വല്യമ്മ ധൈര്യമായിട്ടിരിക്കും, ചേച്ചിയുടെ കൂടെ ഞാൻ പൊക്കോളാം. എനിക്ക് എറണാകുളമൊക്കെ ഏകദേശം നല്ല പരിചയമുണ്ട്. ഞാനും ജ്യോതി ചേച്ചിയും നല്ല കൂട്ടാണ്. ഞാൻ വരാമെന്ന് സമ്മതിച്ചപ്പോൾ ചേച്ചിക്കും നല്ല സന്തോഷമായി. ചേച്ചിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പാവമാണ്. എല്ലാവരോടും നല്ലതുപോലെ സംസാരിക്കും. നല്ല പെരുമാറ്റമൊക്കെയാണ്. ചേച്ചി നല്ല വെളുത്തിട്ടാണ്, കാണാനും നല്ല സുന്ദരിയാണ്. ഗ്രാമീണ പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ, ചേച്ചിക്കത് നല്ലതുപോലെയുണ്ട്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടു. 11:30ക്കാണ് ഇൻ്റർവ്യൂ. 10:30 ആയപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തി. വേറെ കുറച്ച് ആളുകളും ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നു. 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ബസ്സിൽ വീട്ടിലേക്ക് പോവാം, അതായിരുന്നു പ്ലാൻ. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഹോട്ടലിലെ TV-യിൽ ന്യൂസ് കണ്ടത്. ബസ്സുകാരുടെ മിന്നൽ പണിമുടക്ക്. ബസ്സുകാർ തമ്മിൽ എന്തോ തർക്കം. ഇന്നിനി ബസ്സൊന്നും ഉണ്ടാവില്ല. എങ്ങനെ വീട്ടിൽ പോകും? അത്രയും ദൂരമുണ്ട്. വേറെ വണ്ടിയൊന്നും വിളിച്ചു പോകാൻ പറ്റില്ല. അപ്പോഴാണ് ചേച്ചി പറയുന്നത്, നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്നിട്ട് നാളെ രാവിലെ ബസ്സിന് പോവാം. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അത് മതിയെന്ന് അവരും പറഞ്ഞു. ഞങ്ങൾ നേരെ ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. ഒരു ഓട്ടോയിൽ കയറി നല്ലൊരു ഹോട്ടലിലേക്ക് പോവാൻ പറഞ്ഞു. ഓട്ടോക്കാരൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൂടെ പുറകോട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഹോട്ടലിലെത്തി. ടൗണിൽ നിന്ന് മാറി ഒഴിഞ്ഞൊരു സ്ഥലത്താണ് ഹോട്ടൽ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മുറിയിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു. പിന്നെ കുറേ നേരം TV കണ്ടിരുന്നു. അങ്ങനെ സമയം പോയി. രാത്രിയായപ്പോൾ ഭക്ഷണം വാങ്ങിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പകല് കണ്ട പോലെ അല്ലായിരുന്നു അപ്പോൾ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള വഴിയിലൊക്കെ 2-3 ചേച്ചിമാർ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പോയി ഭക്ഷണമൊക്കെ വാങ്ങി മുറിയിലേക്ക് പോയി. ഞങ്ങൾ 2 പേരും കൂടെ അത് കഴിച്ചു. അപ്പോഴേക്കും സമയം 10 മണിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ടു. ഞാൻ ഡോറിൻ്റെ അടുത്ത് വന്ന് ആരാന്ന് ചോദിച്ചു. നിങ്ങളെ ഇവിടെ കൊണ്ടുപോയി വിട്ട ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് കതക് തുറക്കുമോ? ഞാൻ കതക് തുറന്നതും ഒരു തുണി വന്നെൻ്റെ മുഖത്തേക്ക് വീണു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പതിയെ കണ്ണു തുറന്നു. ഡോറിൻ്റെ സൈഡിലുള്ള ചുമരിൽ ചാരി ഇരിക്കുകയാണ് ഞാൻ. മുറിയിൽ ഒട്ടും വെട്ടമില്ല. ഞാൻ ഫോണെടുത്ത് സമയം നോക്കി. 3 AM ആയിട്ടുണ്ട്. ഞാൻ വേഗം എണീറ്റ് ലൈറ്റിട്ടു. ചേച്ചി പുതപ്പും പുതച്ച് കട്ടിലിൽ കിടക്കുന്നു. ഞാൻ അടുത്ത് ചെന്ന് വിളിച്ചു. അനക്കമൊന്നുമില്ല. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. വേറെ ഒന്നുമില്ല, പുതപ്പ് മാത്രം. അത് എടുത്തു മാറ്റി അവർ ശരിക്കും കോലിട്ട് ഇളക്കി മറിച്ചിട്ടാണ് പോയേക്കുന്നത്. ഞാൻ പഴമെടുത്ത് കയ്യിൽ പിടിച്ച് ആസ്വദിക്കാൻ തുടങ്ങി. തൂണുകളുടെ വിടവിലേക്ക് പഴം ഇറക്കി വെച്ചു.